ഹലോ സഹോദരങ്ങളെ, ഞങ്ങളിപ്പം ഈ അരാശിയാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ രാവിലെ സ്റ്റേഷനിൽ ഇറങ്ങി. സക്കായി സുചി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഞങ്ങൾ കയറിയിട്ട് കണ്ടോ, ഒരു മലയൊക്കെ കണ്ടോ, അവിടെ സ്നോയൊക്കെ വീട് കിടക്കുകയാണ്. അരാശിയാമ ഒരു വലിയ മനോഹരമായ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ട്. അത് കാണാൻ രാവിലെ പുറപ്പെട്ടാണ്. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു ഷോപ്പുകളാണ് ഇവിടെ എല്ലാം. നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ച് മനോഹരമായിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 12 മിനിറ്റ് നടപ്പുണ്ട് ഈ സ്ഥലത്തോട്ട്, അരാശിയാമ ബാംബു ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആ ബാംബു ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉണ്ടോ, മിക്കവാറും ആളുകളൊക്കെ സൈക്കിള് കണ്ടോ, സൈക്കിളിലും ഇതേ വേറെ ഒരുത്തൻ വലിച്ചുകൊണ്ട് പോകണം. എനിക്ക് ഉണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ, അതെ. ഇതിനകത്ത് കയറിയാൽ നമ്മളെ കൃത്യമായിട്ട് അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. കണ്ടോ കണ്ടോ ഉണ്ട്, മനോഹരമായിട്ട് ആ പെണ്ണിരിക്കുന്നുണ്ടല്ലേ. എന്തായാലും രാജാക്കന്മാരുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ തൃപ്പൂണിത്തുറ രാജാവിനെ എഴുന്നള്ളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതേപോലെ ഇങ്ങനെ എഴുന്നള്ളിച്ച് പോണൊരു പോക്കണത് കണ്ടോ. എത്ര മനോഹരമാണ്. എനിക്ക് ഒരു സ്കൂട്ടറേ കണ്ടുള്ളൂ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട്. ഇത് ഇവരുടെ ടെമ്പിൾ, ഷ്രൈൻസ് എന്നൊക്കെ പറയണില്ലേ, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണത് കേട്ടോ. അവിടെ നിന്നൊക്കെ പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് വരണത് ആൾക്കാർ. അപ്പം ഈ പോകുന്ന ആൾക്കാരൊക്കെ ഇതുണ്ട്, ഇവരൊക്കെ ഗ്രാമവാസികളാണ്. ഈ ഗ്രാമത്തിലെ ആളുകളായി തള്ളിക്കൊണ്ട് പോകണം. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് ഇങ്ങനെ പോകുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണിത്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ പൊതുവെ തണുപ്പ്. ഇപ്പോൾ ഏകദേശം -1 താഴെയാണ് ഇവിടുത്തെ തണുപ്പുകൾ. ഇവിടെ ഒരു ഷ്രൈനുണ്ട്, ഇത് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുവാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഭാഷ വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട്. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ടെൻഡ്രിയൂജി ടെമ്പിൾ തന്നെ ഇരിക്കുന്നത് അവിടെ. ഈ ടെമ്പിളിലൊക്കെ പോയി പഴയ പുരാതനമായ ആരാധനയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അന്നേ കാലത്തൊക്കെ എത്രയോ ആളുകൾ വന്ന്, അല്ല ഇവിടുത്തെ ഉള്ള ലോക്കൽ ആളുകളൊക്കെയാണ് ഇവിടുത്തെ ഭക്തന്മാരൊക്കെ ആയിട്ടുള്ളത്. അവരൊക്കെ പോയി വർഷിപ്പൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ ധാരാളം ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വിസിറ്റേഴ്സ് ഇതൊക്കെ കെട്ടിടങ്ങൾ ഉണ്ട്, അവരുടെ മനോഹരമായ ചെറിയ കെട്ടിടങ്ങളൊക്കെയാണ് ഉണ്ട്. ഇവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. നോ ക്യാമറ റിപ്പോർട്ട്സ് പ്ലീസ്. ഓക്കെ, എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മൊബൈലല്ലേ, അവർ പറഞ്ഞു നോ ക്യാമറ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഇത്രയിടെ നിങ്ങളെ കാണിച്ചു തരുന്നു. ഉണ്ടോ, അവിടെ ഷ്രൈൻസ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അവർ നിർത്താൻ പറഞ്ഞാൽ നിൽക്കും. ഉണ്ടോ, ഇതൊക്കെ വലിയ തടികൾ കൊണ്ടുള്ള പണികളാണ്. പുരാതനമായ തടികളൊക്കെ വെച്ച് പണിയുന്നൊരു കോട്ടയും കാര്യങ്ങളാണ്. പിള്ളേർ വരുന്നു. ഉണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മൗണ്ടനാണ്. ഈ മൗണ്ടൻ കണ്ട് സ്നോ പെയ്ത് കിടക്കുകയാണ് മൗണ്ടനിൽ. അപ്പോൾ സാക്ഷാൽ ഞാനിത് എടുക്കുമ്പോൾ ചെറിയ വിറയലുണ്ട് എനിക്ക്. എന്നാലും നിങ്ങളെയൊക്കെ ഇത് കാണിച്ചു തരണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാനിങ്ങനെ നിങ്ങളുടെ ഇതുണ്ട്. ഇതൊക്കെ ഒരു പുരാതനമായ എത്രയോ സായിപ്പന്മാരെ വന്ന് നിന്ന് കാണുന്നെങ്കിൽ കുമാർക്കോ പ്രാർത്ഥനയില്ല, എന്നാൽ വല്ലവരും പ്രാർത്ഥിക്കണ കണ്ടോട്ടെന്നോർത്ത് വന്നിരുന്ന് പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ ഷ്രൈൻസാണ്. ഓരോ ചെറിയ പരിപാടികൾ. ഇത് എന്നാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടറിയില്ല. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന ആളുകൾ ധാരാളം സന്ദർശിക്കുന്ന ഒരിടമാണ്. എന്തായാലും ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഇതിനുള്ളിൽ കയറി പറ്റിയതാണ്. ആളുകളൊക്കെ അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഏതായാലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ അതിനുള്ളിലേക്ക് കയറിയിട്ട്. പക്ഷെ എനിക്കറിയില്ല ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും കേട്ടോ. ആളുകൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. നോ ഫോട്ടോസ്. വല്യാപ്പനൊക്കെ ഇങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ കയറാം. എനിക്ക് അത്രയും ധൈര്യം പോരാ, കാരണം ഇവന്മാർ ആളുകൾ നമുക്കത്ര കൃത്യമായിട്ട് അറിയില്ലല്ലോ.
അവിടെ എഴുതി വെച്ച് നോ വിസിറ്റർ അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. എന്നാലും അവിടെയൊക്കെ ക്രോസ് ചെയ്ത് വെച്ച് മരത്തിന് ഇലയൊന്നുമില്ല, പക്ഷേങ്കിൽ ഉണ്ടോ അത് തണുപ്പിൻ്റെ ഉണ്ടോ. ഇത് ഐസിനുള്ളിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ 10 മണി സമയമായി, രാവിലെ 10-10:30 ഞങ്ങൾ, അല്ല 11 മണി സമയമായി, എന്നിട്ടും ഐസ് കിടക്കണുണ്ട്. ഐസാ ഇവിടെ എല്ലാം സ്നോ വീണ് കിടക്കണം. ഇത് നടപ്പിച്ച ഡേഞ്ചറാണ് കണ്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവരുടെ ചെറിയ ചെറിയ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഉണ്ടോ, ഈ ചെറിയ ഷ്രൈൻസ് പോലെ ഇരിക്കുന്നു ഇതിനകത്താണ് ഇവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടന്നത്. അതിൻ്റെ മുകളിൽ ആ മലയുടെ താഴെ ഇരിക്കുന്നതാണ് ഇവരുടെ മെയിൻ ഷ്രൈൻ അല്ലെങ്കിൽ ടെമ്പിളെന്ന് പറയുന്നത്. ചെറിയ ചെറിയ ടെമ്പിളുകളുണ്ട് ഇവിടെയൊക്കെ. ഈ മോങ്സ് വസിക്കുന്ന ഇടങ്ങളായിരുന്നു പണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതെങ്ങനെയാണെന്ന് ഇന്നും ഉണ്ട്. ഇവർക്ക് ബുദ്ധിസമാണ് ഇവിടുത്തെ മെയിൻ റിലീജിയൻ. മറ്റുള്ളതൊക്കെ വളരെ കുറവാണ്. ക്രിസ്ത്യാനിറ്റിയൊക്കെ കൊണ്ടുവന്ന് തന്നെ എനിക്ക് സംശയം. ഞാൻ കണ്ടിട്ടില്ല, ഒരു ചർച്ച് പോലും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ചർച്ച് പോലും ഇവിടെ ഇല്ല. അത് തന്നെയല്ല ഇവിടുത്തെ ആളുകൾക്ക് എത്ര ഭക്തന്മാരാണെന്ന് നമുക്കറിയില്ല. കാരണം പൊതുവെ ഇന്ന് ഈ വിശ്വാസമൊന്നും ആളുകൾക്ക് ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. ഗാർഡൻ ആൻഡ് ബിൽഡിങ്സ് ടിക്കറ്റ് ഓഫീസാണിത്. ഇവിടെ പോയി നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചാലേ അങ്ങോട്ടേക്ക് കയറുള്ളൂ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാർ. പിന്നെ അടുത്ത വീഡിയോ ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോഴേ അരീഷിയാമ എന്ന ഒരു സ്ഥലത്താണ്. കണ്ടോ, അവിടുത്തെ ബാംബു ഫോറസ്റ്റ് ഒരു പ്രത്യേക ഫോറസ്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റിൽ മുഴുവൻ മുള്ളല്ലേ. ഇവിടെ അങ്ങനെ സംവിധാനത്തിൽ മുള്ളൊന്നുമില്ല, മുള്ളും കാര്യങ്ങളൊന്നുമില്ല. ആളുകൾക്ക് മുള്ള് കുറവാട്ടോ. ആളുകൾ മുള്ള് കുറവാണ്. ഇവിടെ എല്ലാം സ്മൂത്താണ്. ഇവർക്ക് വലിയ ഇങ്ങനെയുള്ള രോമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾ, മീശയില്ല. പിന്നെ അകതും അങ്ങനെ തന്നെ ആയിരിക്കും അവരിൽ തോന്നുന്നു, എനിക്കറിയില്ല. ഏതായാലും കൊള്ളാം. ഇത് എന്തുമാത്രം ആളുകളാണ് ഇവിടെ ഈ ഫോറസ്റ്റ് കാണാനായിട്ട് വരണത്. നിങ്ങൾ നോക്കി കണ്ട ഫോറസ്റ്റിൻ്റെ മനോഹരത. പക്ഷേ നന്നായിട്ട് അവർ നല്ല വൃത്തിയായിട്ട് വെട്ടി അതിന് അടിഭാഗം പാമ്പും ചേമ്പും ഒന്നുമില്ലാത്ത രീതിയിൽ വെട്ടി കൃത്യമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിൽക്കണ മുളയുടെ ചുവട്ടിലും കാണും. അതിന് മാത്രം വേസ്റ്റ് അല്ലേ. ഇങ്ങനെയൊരു സ്ഥലമൊന്നും നമ്മുടെ നാട്ടിൽ കാണുമോ സംശയം. ഇത് 16 കിലോമീറ്റർ സ്ക്വയറിൽ വ്യാപിച്ച് കിടക്കുന്നൊരു ബാംബു പ്ലാന്റേഷനാണ്. എനിക്ക് ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇത് കാണാനാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരണത്. ഏകദേശം ഒരു 800 മീറ്റർ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ബാബുവിൻ്റെ പൂർണ്ണമായ പിക്ചർ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇവിടെ തിരക്കുകാരുടെ അങ്ങോട്ട് പോകാൻ പാടില്ല. ഫോട്ടോ എടുക്കുന്നു ആളുകൾ, ഇതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റും, അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം. ചിലരോട് ഡു നോട്ട് എൻ്റർ, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്നൊക്കെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളിതെല്ലാം കണ്ടോ, ഇതുണ്ട് ഇവിടെ എല്ലാം ഫോട്ടോഗ്രാഫി എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് എടുക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇത് വയലേഷൻ ആണ്. എന്നാൽ നിങ്ങളെയൊക്കെ കാണിക്കണം എന്നുള്ള അത്യാശ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോഗ്രാഫി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ടെമ്പിളുകളാണ്. ഇവിടെ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ ഒരു ടെമ്പിൾ കാണാം. എല്ലാ ഇടങ്ങളിലും ടെമ്പിളാണ്. ഇതൊക്കെ ടെമ്പിളാണ്. അപ്പോൾ ഈ ടെമ്പിളിലേക്ക് ഞാൻ അങ്ങോട്ട് അകത്തൊന്നും ഞാൻ കയറുന്നില്ല. കാരണം അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. നിങ്ങളെയും കാണിക്കണമെന്നുണ്ട്, ഞാനും കാണുന്നില്ല. എനിക്കും കാണാനായിട്ട് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്തൊന്നും ഇല്ല. ഈ വിഗ്രഹങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇവരുടെ ടെമ്പിളിലില്ല. ചുമ്മാ ഒരു മാതിരി ഒരു ഇതുണ്ട്, എന്തോ ഒരു പണ്ടത്തെ പെട്ടകം പോലെ, നമ്മുടെ മോശയുടെ പെട്ടകം പോലെ ഒരു പെട്ടകം, അതൊക്കെ കാണും അതിനകത്തുള്ളൂ കേട്ടോ. അതൊക്കെ അതിനകത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ
ജപ്പാനൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ഇത് അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചതിൻ്റെ ഫോട്ടോ എടുത്തൊന്ന് ഇട്ട കാര്യം എന്നാന്ന് പിടി കിട്ടും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, ഒരു പെണ്ണ് ഫോട്ടോ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഇവിടെ എങ്ങനെ നിൽക്കുന്നു. ആളുകളെ അവർ ബ്ലോക്ക് ചെയ്ത് സംഗതി എന്തായാലും കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഫോറസ്റ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ആളുകൾ കുറവാണ്, മുമ്പോട്ട് ആളുകൾ ഒരുപാട് പോയത്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പോൾ ട്രെയിൻ വരും. ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഈ അവിടെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരും മണി അടിക്കണല്ലേ എവിടെ സ്ഥലം എന്ന് പറഞ്ഞ പോലെ ആണ് ഇത്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഹരീഷിയാമ എന്ന് പറഞ്ഞ ബാംബു ഫോറസ്റ്റിലാണ് കേട്ടോ. ബാംബു ഫോറസ്റ്റിലാണ്. അപ്പം ഹരീഷിയാമ ബാംബു ഫോറസ്റ്റ് ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ വന്നത് ട്രെയിൻ കടന്ന് പാസ്. ഇപ്പോൾ ഇവിടുത്തെ ട്രെയിനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അത് തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ കണ്ടോ തുറക്കണം. ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങളിനി അടുത്ത സെക്ഷൻ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ മെൻഷൻ ചെയ്തല്ലോ, 16 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണിത്. കണ്ടോ, ഇതൊക്കെ അവരുടെ ട്രാക്കും അതുപോലെ തന്നെ ആളുകൾ ഇവിടുത്തെ ലോക്കൽസൊക്കെ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ഇതെല്ലാം ടൂറിസ്റ്റുകൾ. അവർക്കൊരു ഗൈഡുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഗൈഡൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഗൈഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പോകണം. ഇത്ര മനോഹരമായിട്ടാണ് നിൽക്കുക. ഇതിന് ഉള്ളൊന്നുമില്ല. ഇതുപോലത്തെ കുറച്ച് ബാമ്പു നമ്മുടെ നാട്ടിലൊക്കെ വെച്ചെങ്കിൽ വൃത്തിയാകും. അപ്പോൾ ഈ ബാമ്പു നമുക്കിവിടെ ഇല്ലല്ലോ. കാണുമായിരിക്കും കേട്ടോ, നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല. പക്ഷെ എന്തായാലും സംഗതി കൊള്ളാൻ നോക്കുക. ആളുകൾ പോകണമെങ്കിൽ ഇങ്ങനെ ആളുകൾ വന്ന്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ മൈനസിലേക്ക് തണുപ്പും. ഇതൊക്കെ കിടക്കുന്നത് സ്നോയാണ്. ഇവിടുത്തെ സ്നോ വീണ് കിടക്കുന്നതാണ് കണ്ടോ മരത്തിൽ. ഇപ്പം ഇന്ന് ഇത് ഉച്ച സമയത്ത് ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം രാവിലെയൊക്കെ എന്തുമാത്രമായിരിക്കും ഇവിടുത്തെ സ്നോയും കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതൊരു സ്നോ ഇങ്ങനെ ഒരു ബാമ്പുവാണ്. ഈ ബാമ്പു ഫോറസ്റ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് കേട്ടോ. ഇതാണ് അതിൻ്റെ ശരിയായൊരു പിക്ചർ. ആളുകളൊക്കെ ഇതിനകത്തോടെ കയറുന്നു. പിന്നെ കുറേ ആളുകൾ മുമ്പോട്ട് നടന്നു പോകുന്നു. എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് മാത്രമേ ഇവിടെ ഇപ്പം ഉള്ളൂ. അപ്പോൾ ഈ ബാമ്പു ഫോറസ്റ്റിനുള്ളിൽ വന്ന ആളുകൾ ഫോട്ടോ എടുക്കുന്നു. ഇത് നോക്ക്, ഇവിടെ ഇതൊക്കെ സ്നോ വീണ് അങ്ങനെ കിടക്കുന്നതാണ്. നിറച്ച് സ്നോയാണ് കേട്ടോ. ഉണ്ടോ, ഇത് ഇസ്രായേൽ മക്കൾക്ക് മന്ന വർഷിച്ചു കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ മന്ന പോലെ കിടക്കുക. ഇതുകൊണ്ട് കുറച്ച് ഇതിന് മധുരമില്ലെന്നേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ വാരി കോരി കഴിക്കാം, അത്രേ ഉള്ളൂ. കൊള്ളാം. എന്തായാലും സംഭവം കൊള്ളാം. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് വരാൻ പറ്റാത്തവർക്കും ഇത് കാണാനുള്ളൊരവസരം ഞാൻ ഒരുക്കി തന്നു മാത്രമേ ഉള്ളൂ. ഇതിന് അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് പോവാം, ലെഫ്റ്റിലേക്ക് പോവാം. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങളിപ്പോൾ ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പം കണ്ടോ, ഇതൊക്കെ ഓരോ വീടുകളാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ആ വീടുകൾ ഇതിനകത്തേക്ക് ആളുകളൊക്കെ ഇവിടെ ആളുകളൊക്കെ വളരെ കുറവാട്ടോ. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയൊക്കെ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ സൈഡുകളിലൊക്കെ ബസ്സുകളോ കാറുകളോ ഇനി ഒന്നും നമുക്ക് കാണാനില്ല. പൊല്യൂട്ടഡ് അല്ല ഈ ലാൻഡ്. വളരെ നീറ്റ് ടൈഡി ആയിട്ടൊക്കെ കൊണ്ട് അവർ നടക്കുന്ന ഒരു പ്രദേശമാണിത്. കുറച്ച് ആളുകളേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള ഈ ടൂറിസ്റ്റുകളാണ് ഇവിടുത്തെ നമ്പർ കൂടുന്നത്. അല്ല, ഇവർ ഒരു ലിമിറ്റഡ് ടൈം വരെ ഇവരിവിടെ ഉള്ളു താനും. ചിലർ 10 ദിവസം, ചിലർ 15 ദിവസം ഇങ്ങനെയൊക്കെ വന്ന്. ഇതൊക്കെ ഒരു ബിൽഡിങ്ങാണ്. അതിനകത്ത് എന്തുവാണെന്ന് ഈ ഭാഷ നമുക്കൊരു വലിയ ബാരിയറായിട്ട് മാറിയിരിക്കുകയല്ലേ. എല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ
ഈ മനുഷ്യൻ്റെ കുരുത്തക്കേട് മൂലം ദൈവം ബാബേലിൽ വെച്ച് ഭാഷ കലക്കി കളഞ്ഞെന്നല്ലേ നമ്മൾ ബൈബിൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് ഭാഷക്കാരായി നമ്മൾ മാറി. ഇപ്പം ഇവർ സംസാരിക്കുന്നത് ആദ്യമായിട്ട് ഞാനൊരു കാറ് ഇവിടെ ഈ പ്രദേശത്ത് കാണുന്ന ഇതാണ്. ഇതെല്ലാം വലിയ പ്രായമുള്ള അപ്പച്ചനും അമ്മയും ഒരുത്തൻ കൊണ്ടോ പാവം, അവനൊക്കെ നല്ല കോളാണ്. ഇവനൊക്കെ ഇന്ന് പണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അതുപോലെ വണ്ടി മേടിക്കാനുള്ള കാശം കൊണ്ട് അവൻ വീട്ടിൽ പോകുള്ളൂ. അമ്മച്ചി അപ്പച്ചനൊക്കെ ഇരുന്ന് ആടും, മക്കളും ഉണ്ട്, എല്ലാവരും ഇരുന്ന് ആടുന്ന ഒരു പാർക്ക് മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ഇവരൊക്കെ ഓരോ ഗവൺമെൻറ് എന്തോ ഇത് ആരാ പൈസ മുടക്കുന്നതൊന്നും ചിലപ്പോൾ കൗൺസിൽ ഒരു മനുഷ്യൻ ഇവിടുത്തെ ഭാഷ അഭ്യാസങ്ങൾ പുള്ളിയുടെ ഏതാണ്ട് മന്ത്ര ഊതി കല്ലും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അത് കെട്ടിയാൽ ചിലപ്പോൾ ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയണേ. പക്ഷേ നമുക്കുള്ള ഐശ്വര്യം തന്നെ മതി, ധാരാളം മതി. ഇനി കണ്ടമാനം ഐശ്വര്യം അങ്ങ് കൂടിയാലേ തലവേദന കൂടില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ട ഈ കാറിൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെയാണ്. അവർ ചെറിയ ഇത് മാത്രമേ. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ വീടുകളൊക്കെ വളരെ ചെറുതാണ്. ആളുകളൊക്കെ വളരെ ക്വയറ്റാണ്. ഒച്ചപ്പാടില്ല, ബഹളമില്ല, മൈക്കിൽ അനൗൺസ്മെൻ്റ് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൂട്ട് ബഹളമയമൊന്നുമില്ല. ഇവരൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മുടെ കൂട്ട് ഈ കിടന്ന് ചിലയ്ക്ക് ഈ സമയത്ത് ആ പണികളൊന്നും ഇവിടെയുള്ള ആളുകൾക്കില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയാലും അതൊക്കെ വളരെ സൈലൻ്റായിട്ട് ആ ട്രെയിനിൽ അവർ ഇരിക്കുന്നു, അവർ പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഓരോ പഴയ അപ്പച്ചന്മാർ താമസിക്കുന്ന ഒരു വീടും. ഇതൊരു കോഫി ഹൗസാണ്, ഉണ്ടോ? കോഫി ഹൗസാണ്. ഒരു പുള്ളി കൊണ്ടുപോകണം ഒരു വണ്ടിയിൽ ഏതാണ്ട് ആരാണ്ടൊക്കെ ഡെലിവറി ചെയ്യാൻ പോക്ക. പ്രായമുള്ള ആളുകളാണ് കൂടുതൽ ഇവിടെ. യങ് ജനറേഷൻ വളരെ കുറവാണ്. കാരണം ഇവർക്കൊരു പോളിസി ഉണ്ട്, ഫിലോസഫി. ഇവർ വിവാഹമൊന്നും കഴിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇവർക്കില്ല. സാക്ഷാൽ കണ്ടോ, ചെറിയ ചെറിയ വീടുകൾ, ഒരു ഗ്രാമാന്തരീക്ഷം, കുഞ്ഞു വീടുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഇവിടെ വലിയ വീടുകളൊന്നും കാര്യമായിട്ടില്ല ഈ പ്രദേശത്ത് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ്. അവരതാ ഇഷ്ടപ്പെടുന്നത്. വലിയ വീടുകളൊക്കെ ഇവർക്ക് മാനേജ് ചെയ്യാനുള്ള മക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഭാര്യയും ഭർത്താവും ചിലപ്പോൾ കാണും, അതും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങളിവിടെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇതല്ല ഡയറക്ഷൻ. ഇതൊക്കെ മലയുടെ ചൂട്ടിലേക്കായി ഇപ്പം ഞങ്ങൾ നടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ നോക്കി ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് അവിടെ നിന്നൊരു ഒരു വണ്ടിയും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. വന്നാണ്ട് ഓപ്പോസിറ്റ് എവിടെയോ ഏതോ പാർട്ടി എവിടുന്നോ വന്നതാണ്. ഒരു ടാക്സിയാണ്. ഇതൊക്കെ ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ. ആ ടാക്സി MK എന്നറിയപ്പെടുന്നത്. ചെറുപ്പക്കാർ പിള്ളേർ ടാക്സി ഓടിച്ചും. ഒരു അപ്പച്ചൻ കണ്ട ആ വീട്ടിൽ. ഈ അപ്പച്ചൻ്റെയാണ് ആ വീടെന്ന് തോന്നുന്നു. അപ്പച്ചൻ ഒക്കെ ഉണ്ടോ, അതിനുള്ളിലേക്ക് പോവുക. ഷ്രൈനാണോ വീടാണോ ഒന്നും അറിയില്ല. വാതിലൊക്കെ കൂട്ടി അടച്ചു അമ്മച്ചി. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ നമുക്ക് കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഇത് മലയുടെ ഒരു മലമ്പ്രദേശമാണ്. ആളുകൾ നടന്ന് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾ ആ പാതയിൽ കൂടെ അങ്ങോട്ട് നടക്കണം കേട്ടോ. അതൊക്കെ കുറേ ഉണ്ട്. ഇവിടെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്തോ കൃഷികളൊക്കെ ചെയ്ത് അവരിങ്ങനെ വൃത്തിയാക്കി പറിച്ചെടുത്തു. ഇനിയിപ്പം അടുത്ത കൃഷിക്കുള്ള സംഗതികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഇതന്നെ ഈ വീടുകളൊക്കെ കല്ലുകൊണ്ട് പണിത വീടുകളാണ്. കണ്ടോ, ഈ മലയുടെ അടിവാരമായതുകൊണ്ട് അവർ കല്ലുകൊണ്ടൊക്കെ വീട് പണിത്. അതിൻ്റെ മുകളിലൊക്കെ ഐസാ, മുമ്പിളി ടൈസ് വീണ് കിടക്കുക. സ്നോയ ഉണ്ടോ. മറ്റ് ഫലവർഗ്ഗങ്ങളൊന്നും ഞങ്ങൾ കണ്ടുപോയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട് അവിടുത്തെ മുന്തിരിയോ അല്ലെങ്കിൽ ആപ്പിളോ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊരു പച്ചക്കറി കടയാണോ എന്തോന്നും അറിയില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങൾ മനോഹരമായിരിക്കും. ശരി കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞങ്ങളൊന്ന് കാണാട്ടെ ഇനി ബാക്കിയുള്ളൂ.